ഹായ് മുത്തുമണികളെ ചങ്കുമണികളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാത്രി അത്താഴം ഉണ്ടാക്കാൻ വന്നപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ കൂടെ എടുക്കാം. എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. എന്താണെന്ന് കാണണ്ടേ? കാണുവിൻ. ഉരുളക്കിഴങ്ങ് ചെത്തുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ തോട് ചെത്തിക്കൊണ്ടിരിക്കുന്നു. രാത്രി ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. ഇന്നും ചോറ് വെച്ചില്ല. ഇന്നലെ രാത്രി ഇച്ചിരി റേഷനരിട്ട് വെച്ച്, ഇന്നും ചോറ് വെച്ചില്ല. ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാമൻ്റെ ചെറുമോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ബിരിയാണി എനിക്കത്ര രാവിലെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പനി വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി വയ്യായികയൊക്കെയാണ്. കഴിച്ചിട്ടൊക്കെ വൈകുന്നേരം ഒരു 3-4 മണിയായപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ഞാൻ പൊതുവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ ഒരു മടിയാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാണോ മാനോ ഒന്നും നോക്കിയില്ല. അപ്പുറത്ത് അനിയത്തി കുട്ടി ഉണ്ടല്ലോ, അവളോട് പോയി ഇച്ചിരി മീൻ കറി വാങ്ങിച്ചു. ചോദിക്കണ്ടെന്ന് പിന്നെ വിചാരിച്ചാ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മതി, അവൾ കേട്ടാ തരും. പിന്നെ നമ്മൾ ചോദിക്കാത്ത എനിക്കൊരു മടിയായതുകൊണ്ടാണ്. വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയി ഇച്ചിരി മീൻ കറി അവളെ നിന്ന് വാങ്ങിച്ചു. അവളും മീൻ കറിയും പയറ് തോരുണ്ടല്ലോ അതും കൂടെ തന്നു. ഞാൻ കൊണ്ടുവന്നു. ഇന്നലെ വെച്ച ചോറിരിപ്പുണ്ടായിരുന്നു. സുഖമായിട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്നുമുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എൻ്റെ വാർത്തകളാണ് നിങ്ങളുടെ ഇന്നത്തെ വാർത്തയാണ്. നമുക്ക് ഒളിപ്പം തിരിപ്പൊന്നുമില്ല. എനിക്കിപ്പോൾ അത് വേണമെങ്കിൽ മറച്ചു വയ്ക്കരുത്. ഞാൻ ഇങ്ങനെ മറച്ചു വയ്ക്കണേ പറയും. നമ്മൾ എല്ലാ കാര്യവും പറയാൻ പറ്റുന്ന കാര്യമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ കഥ പറഞ്ഞ് സമയം പോകുമോ? ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫോണും കൂടെ എടുത്തുകൊണ്ട് വന്നു. എന്നാൽ പിന്നെ നിങ്ങളോട് കഥ പറഞ്ഞതുമായി എൻ്റെ ജോലിയും, പ്രത്യേകിച്ച് എനിക്ക് ലൈവ് വരുമ്പോഴത്തേക്കൊക്കെയാണ് ജോലി ചെയ്യാൻ ഉത്സാഹം. ഒന്നിൽ ലൈവ് വരണം, പ്രത്യേകിച്ച് ലൈവ് ആകുമ്പോൾ അങ്ങ് ലൈവായിട്ട് പോവില്ല. നമ്മളെ ജോലി നടക്കും, നമ്മളെ മക്കളോട് കഥയും പറയാം, ഒക്കെ ചെയ്യാം. ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അത് ഒരെണ്ണം പോച്ച്, ഒരെണ്ണം കൊള്ളത്തില്ല. ചൂടല്ലേ, ചൂട് മനുഷ്യനെ കൊല്ലുന്ന ചൂട്. അപ്പോഴാണ് ഇനി ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഇപ്പോൾ ചെല്ലങ്ങളെ, ഞാനിത് ഞാൻ കിച്ചണിൽ വരണതും കുഞ്ഞു മക്കൾ അമ്മമാരെ ചുറ്റിപ്പറ്റി നിൽക്കൂലേ, അതുപോലെയാണ് പൂച്ച. ഇച്ചിരി സ്നേഹം കൊടുത്താൽ എല്ലാവരും കൂട്ടത്തോടെ വരും. പിന്നെ അങ്ങോട്ട് ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. കഥ പറഞ്ഞുകൊണ്ട് നിന്നാണ്ടല്ല, സമയം പോകും. എത്ര മിനിറ്റായി? 3 മിനിറ്റായി. 3 മിനിറ്റായി. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഇന്ന് എൻഗേജ്മെൻറ്റിനുണ്ടല്ലോ. എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടും ഡാൻസും കല്യാണ പെണ്ണിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. അത് ഞാൻ ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടാൻ പറ്റണമെന്നല്ല, ഇടാം. അതുങ്ങൾ കളിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാനും അറിയാണ്ട് പൊതുവേ ഇപ്പം നമ്മൾ ഡാൻസ് പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ആടിപ്പോവും. പിള്ളേർ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ആട്ടം വന്നു. ഞാനും നിന്ന് ആടി. ബാക്കിലൊക്കെ ആരൊക്കെയോ ഇരിക്കുന്നവർ നമ്മളെ കാണുന്നവർ കുറ്റം പറയുമായിരിക്കും. ഈ പെണ്ണും പിള്ളയ്ക്ക് വേറെ വേലയും കൂലിയും ഇല്ലേന്ന് ചോദിക്കും. പ്രത്യേകിച്ച് നമ്മളെ ബന്ധുക്കളും കൂടെയൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ആകുമ്പോൾ അവർ കുറച്ചുകൂടെ പറയും. വീഡിയോസിൽ കണ്ട വീട്ടിൽ ഇരുന്ന് പറയും. പക്ഷേ ഇത് പൊതുവേദിയിൽ എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ കിടന്നാടുമ്പോൾ വിചാരിക്കും വയസ്സും പ്രായമായി ചെറുമക്കളുമായിട്ടും ആടിക്കുടിക്കണം എന്ന് പറയും. വയസ്സും പ്രായമൊന്നും പ്രശ്നമേ അല്ല. നമുക്ക് ആടുന്നതിനും പാടുന്നതിനും ഒന്നും വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പം എൻ്റെ ചേച്ചി മക്കളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി മക്കൾ പറയാം, ആടല് കളിക്കല്, ഞങ്ങൾക്ക് നാണക്കേടാണ്, ബാക്കിലിരുന്ന് എല്ലാവരും നോക്കുന്നുണ്ട്, അവർ വല്ലതും പറയും. ആരെന്ത് പറഞ്ഞു എനിക്കെന്ത്? ഞാൻ ആരെയും നോക്കാറില്ല.
ഞാൻ കളിച്ചപ്പം ബാക്കിൽ നിന്നിട്ട് എല്ലാവരും കണ്ണിൽ മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നെന്നും പറഞ്ഞു. ബാക്കി ഇരുന്നവർ പറഞ്ഞു. അവർ കളിയാക്കിയാലെന്ത്, എന്ത് പറഞ്ഞാലെന്ത്, കളിക്കാൻ കിട്ടുന്നൊരവസരം ഞാൻ പാഴാക്കില്ല. ആടിത്തിമിർക്കും ഞാൻ. ആരെന്ത് പറഞ്ഞാലും കളിക്കണേനൊന്ന് ഇപ്പം 60 വയസ്സ് 65 വയസ്സൊക്കെ ആവുന്നവരായിരുന്നു കളിക്കുന്നത്. വിവരമില്ലാത്തൊരു പലതും പറയും കളിക്കില്ലെന്ന്. ഡാൻസ് ചെയ്യുന്നതിനും പാട്ട് പാടുന്നതിനും തമാശ പറയുന്നതിനും ഒന്നും പ്രായം ഒരു തടസ്സമേ അല്ല. ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ, ഈ ആരോഗ്യം നിലയ്ക്കുന്നത് വരെ ആടാം പാടാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പറയുന്നവർ പറയും, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യല്ലേ. ഇപ്പം ഞാൻ പണ്ടൊന്നുമില്ലാത്ത നമുക്ക് നേരത്തെ ഒന്നും നമ്മളിതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമില്ല, നമ്മളിതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പോഴൊക്കെയാണ് നമുക്കിങ്ങനെ യൂട്യൂബിൽ വരാനും പാടണമെന്നും ആടണമെന്നൊക്കെയുള്ള മോഹങ്ങളൊക്കെ നമുക്കും തുടങ്ങിയത് കേട്ടോ. ഈ പ്രായത്തിലാണ് ഡാൻസ് കളിയും പാട്ടും ഒക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. പറയുന്നവർ പറയും. ചേച്ചിക്ക് മക്കൾക്കൊന്നും അതങ്ങനെയാണല്ലോ. എൻ്റെ മക്കളുണ്ടെങ്കിൽ അതിനേക്കാളും അപ്പുറമായിരുന്നു ഞാൻ. പൊതുവേ എൻ്റെ മക്കളാണെങ്കിൽ അതിനേക്കാളും അപ്പുറമാണ്. ഉച്ച വിളിക്കുന്നു. സവാള ഗിരിഗിരി ആയപ്പോൾ കണ്ണ് നീറുന്നു. സവാള ഗിരിഗിരി കണ്ണ് നീറുന്നു. സവാള ഗിരിഗിരി. ഞാൻ ഇതൊക്കെ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ട് കാണാം. ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടി കൊണ്ട് നിൽക്കും. നിങ്ങളെൻ്റെ ചളുപ്പ് കേട്ട് നിങ്ങൾക്കും ബോറടിക്കും. അപ്പം ഞാനിത് കറിക്ക് റെഡിയാക്കിയിട്ട് ആയതിനു ശേഷം ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ആയതിനു ശേഷം കാണിക്കാം. ഓക്കെ, എന്നാൽ ചേച്ചി ജോലി ചെയ്യട്ടാ. നാളത്തേക്കും കൂടെ ആണെങ്കിൽ കറി വെക്കണം. നാളെ രാവിലത്തേക്കും കൂടെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കരുതിയിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. കണ്ണ് നീറുന്നു. അപ്പം ഞാൻ ഇത് അടുപ്പത്തോട്ടാക്കട്ടെ. അപ്പം നമ്മുടെ അതേ ചപ്പാത്തിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടനിട്ട് മധുരം ഇല്ലാണ്ട് ചേട്ടൻ ഒഴിച്ച് വെച്ചേക്കണം. നമുക്ക് മധുരം ഇട്ട് അത് വെച്ചേക്കണം. കിഴങ്ങ് കറി. അപ്പം ഉരുളക്കിഴങ്ങ് കറിയും തേയില വെള്ളവും ചപ്പാത്തി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം. ചപ്പാത്തിയും കിഴങ്ങ് കറിയും തേയില വെള്ളവും. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം. ഇനി കഴിക്കണേന്നും കാണിക്കുന്നില്ല കേട്ടോ. കഴിച്ചിട്ട് പറ്റുമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിടാം. എപ്പോഴാണ് 10 മണിയാവണം 10:30 ആവണം അറിഞ്ഞൂടാ. എന്തായാലും ഇന്നെടുത്തത് ഇന്ന് തന്നെ ഇടാം. കഴിച്ചിട്ട് വീഡിയോ ഇടാം.